ഹലോ, എം.എസ്. നന്ദലാൽ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് സി5-ൽ റിലീസായിട്ടുള്ള 6 എപ്പിസോഡുകളുള്ള ഒരു വെബ് സീരീസാണ് മുത്തശ്ശി. ഇതൊരു മിത്തോളജിക്കൽ ഹൊറർ ഡ്രാമയാണ്. നമ്മളിപ്പോൾ ഒരുപാട് ചാത്തനും നീലിയും മാടനും മറുതയും യക്ഷിയും അങ്ങനെ കുറേ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് രക്ഷസിനെ കുറിച്ചുള്ള ഒരു സീരീസാണ്. ശരിക്കും നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് ഈ സീരീസ് എടുത്തിട്ടുള്ളത്. ഇതിൽ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന അമിത് ചക്കാലക്കലും അഖില ഭാർഗവനുമാണ്. ഇതിൽ മുത്തശ്ശിയുടെ ക്യാരക്ടർ ചെയ്യുന്നത് കെ.പി.എസ്. ലീലയാണ്. കെ.പി.എസ്. ലീലനെ നമ്മൾ പൂക്കാലത്തിൽ വിജയരാഘവൻ്റെ ജോഡിയായിട്ട് വന്നിട്ടുണ്ട്. അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ട് വളരെ ഭയാനകമായ രീതിയിൽ തന്നെ അവർ രൂപം കൊണ്ടും ഭാവം കൊണ്ടും ഒക്കെ ആ ക്യാരക്ടറിനെ അവർ അവസാനം വരെ അവർ ശരിക്കും നല്ല രീതിയിൽ തന്നെ ആ ക്യാരക്ടറിനെ അവർ കൊണ്ടുപോയിട്ടുണ്ട്. ശരിക്കും പേടിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇത് തുടങ്ങുന്നത്. ഇത് ശരിക്കും കഥ നടക്കുന്ന ഒരു വളരെ ഹോണ്ടിങ് ആയിട്ടുള്ള ഒരു ഗ്രാമപ്രദേശമാണ്. പിന്നെ ഡിന്നർ സെറ്റ്, കുർത്തീസ്, സാരീസ്, പിന്നെ ബ്യൂട്ടി ഐറ്റംസ്, ഇതിനൊക്കെ വിലക്കുറവുണ്ട്. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് ക്ലിക്ക് ചെയ്ത് ആവശ്യമുള്ളത് വാങ്ങാവുന്നതാണ്. ഇത് കർണാടക തുളു ബോർഡറിലുള്ള ഒരു ഗ്രാമമാണ്. അവിടെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു വീടാണ്. നമുക്ക് ആ വീടൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് തുടക്കത്തിൽ തന്നെ നമ്മളിതൊക്കെ കാണുമ്പോൾ തന്നെ തുടക്കം തന്നെ നമ്മളെ ശരിക്കും നമുക്കിത് ഇന്നാവണതിന് മുമ്പ് ഈ സീരീസിലേക്ക് നമ്മൾ ഇന്നാവണതിന് മുമ്പ് ആ തുടക്കമുള്ള സീനുകളൊക്കെ തന്നെ നമുക്ക് വല്ലാതെ നമ്മളുടെ ആകാംക്ഷയും നമ്മളുടെ എന്താ പറയുക നമ്മളാകെ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് നമുക്കിത് തുടങ്ങുന്നത് തന്നെ. ആ തുടക്കം തന്നെ ഇത് ഭയങ്കരമായിട്ട് നമ്മളെ കുറച്ച് മനസ്സ് പേടിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് തുടങ്ങുന്നത് തന്നെ. അഖില ഭാർഗവൻ അവതരിപ്പിക്കുന്ന ലീല എന്ന ക്യാരക്ടർ, ആ ക്യാരക്ടർ ഈ ഗ്രാമപ്രദേശത്ത് കല്യാണം കഴിഞ്ഞ് വരികയാണ്. അപ്പോൾ കല്യാണം തന്നെ വളരെ വിചിത്രമായ രീതിയിലാണ്. ഈ രാജൻ എന്ന് പറയുന്ന ഈ അമിത് ചക്കാലക്കൽ അവതരിപ്പിക്കുന്ന ക്യാരക്ടർ പറയണമെന്ന് വെച്ചാൽ ഇത് പിന്നെ എനിക്ക് ഇങ്ങനെ കല്യാണം കഴിക്കണമെന്ന് എൻ്റെ ഒരു ഇതാണ്, അച്ഛൻ്റെ ആഗ്രഹം, അങ്ങനെ എന്തോ പറയും. അങ്ങനെ ആ ഒരു രീതിയിലാണ് ആ കല്യാണം തന്നെ നടക്കുന്നത്. അപ്പോൾ തന്നെ ലീലേനെ അവളുടെ അച്ഛനും സഹോദരിമാരൊക്കെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. എന്തിനാ ഇങ്ങനൊരു വീട്ടിലേക്ക് നീ വരുന്നതെന്നൊക്കെ ചോദിച്ചു. പക്ഷേ അവൾ പറയും, എനിക്ക് രാജനായിട്ട് ഞാൻ കല്യാണം കഴിക്കാൻ നിങ്ങളൊക്കെ സമ്മതിച്ചതല്ലേ, എനിക്ക് ഇവിടെ തന്നെ വരണമെന്ന് പറഞ്ഞാണ് അവർ ആ വീട്ടിലേക്ക് വരുന്നത് തന്നെ. പിന്നെ നമ്മൾ കാണുന്നത് ഇവളുടെ കണ്ണിൽ കൂടെയാണ് നമ്മൾ ഈ കാണുന്നത്. വരുമ്പോൾ തന്നെ വളരെയധികം മനസ്സിനെ ഹോണ്ട് ചെയ്യുന്ന രീതിയിലുള്ള ഓരോരോ കാര്യങ്ങളാണ് നമ്മൾ പിന്നെ ഈ വീട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പയ്യെയാണ് കഥ വികസിച്ച് വരുന്നതും നമ്മൾ ആ കഥയിലേക്കൊക്കെ എത്തിച്ചേരുന്നതും. അത് വല്ലാത്ത ഒരു മനസ്സിനെ വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ പേടിപ്പിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് തന്നെയാണ് നമ്മളെ ഇത് കൊണ്ടുപോകുന്നത്. നമ്മളെ വല്ലാതെ അതിശയിപ്പിക്കുകയും വിഷമിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിലേക്കാണ് പിന്നെ കഥ പോകുന്നത്. ക്ലൈമാക്സ് ആയാലും നമുക്ക് വല്ലാതെ ഒരു വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് ക്ലൈമാക്സും അവസാനിക്കുന്നത്. ഇതിൽ ദുഷ്ടശക്തികൾ മനുഷ്യരുടെ മേലിൽ നേടുന്ന ആ വിജയം അത് തന്നെയാണ് ഈ സിനിമയിലും കാണിക്കുന്നത്. നമ്മൾ ബ്രഹ്മയുഗത്തിലും നമ്മൾ അത് തന്നെയാണ് കണ്ടത്. ഒരു ചെറിയ കാര്യത്തിൽ ബ്രഹ്മയുഗമായിട്ട് ഇതിന് ഒരു സാമ്യമുണ്ട്. അത് നിങ്ങൾക്ക് കഥ കാണുമ്പോൾ മനസ്സിലാവും. സർക്കിട്ടിലെ ആസിഫ് അലിയുടെ കൂടെ ഉണ്ടായിരുന്ന ഉർഹാൻ ഹൈദർ ഇതിലൊരു പ്രധാന കഥാപാത്രം അവതരിപ്പിക്കുന്നുണ്ട്. വളരെ രസമായിട്ട് തന്നെ അവൻ ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഓരോരുത്തരും, പിന്നെ ഇതിൽ വേറൊരു ക്യാരക്ടർ രാജേഷ് ശർമ്മ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അഭിനയിച്ചിട്ടുള്ളവരൊക്കെ ആ കഥാപാത്രങ്ങളോട് നീതി പുലർത്തിയിട്ടുണ്ട്. പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് കെ.പി.എസ്. ലീലേനാണ്. നമുക്ക് ഒരു പ്രാവശ്യമൊക്കെ കണ്ടു നോക്കാവുന്ന ഒരു സീരീസാണ് മുത്തശ്ശി. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോയെക്കുറിച്ച് അഭിപ്രായങ്ങളും സീരീസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരും. അതുവരെ ബായ്.